ഭൂട്ടാൻ സ്വർണ്ണക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ദീപ്തി ഗോപകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ദീപ്തി, എന്തായാലും ഇന്നലെ കഴിഞ്ഞ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണ്ടും ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യലിന് വെളുപ്പിക്കുകയാണ്. ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാൻ വേണ്ടി ആയിരിക്കുമോ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ? തീർച്ചയായും കാർത്തു, നമുക്കറിയാം ഇന്നലെയാണ് ദുൽഖറിനെ കൊച്ചിയിലെ കസ്റ്റംസിന്റെ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തത്. 7 മണിക്കൂറോളമാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ നീണ്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ദുൽഖറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് കസ്റ്റംസ് അറിയിക്കുന്നത്. ഈ ഒരു ദുൽഖറിന്റെ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നതാണ് കസ്റ്റംസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ദുൽഖറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ്, ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നതാണ് കസ്റ്റംസ് പറയുന്നത്. ഇന്നലെ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണ്ടും 7 മണിക്കൂറോളമാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. 4 വാഹനങ്ങൾ, കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കലുണ്ട് എന്നത് പറഞ്ഞതുകൊണ്ട് ആണ് ഇപ്പോൾ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വാഹനങ്ങളുണ്ട്, 4 വാഹനങ്ങൾ കൂടി ഇനിയും അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നത്. ചെന്നൈയിലടക്കം എത്തിച്ച് പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും ദുൽഖറിനെ ചോദ്യം ചെയ്യുക. ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ, ഈ കണ്ടെത്തേണ്ട 4 വാഹനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈയിലടക്കം പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും ദുൽഖറിനെ ചോദ്യം ചെയ്യുക. ദുൽഖറിന്റെ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നതാണ് കസ്റ്റംസ് പറയുന്ന പ്രധാനമായ കാര്യം. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ മണിക്കൂറോളം നീണ്ടിരുന്നു. ഈ നികുതി വെട്ടിച്ചത് കടത്തിയ വാഹനങ്ങളാണ് താൻ വാങ്ങിയത് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ദുൽഖർ ഇന്നലെ അടക്കം നടത്തിയ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. എന്നാൽ ഇതിൽ ഒരു വിശ്വാസ്യതയില്ല എന്നതാണ് കസ്റ്റംസ് പറയുന്നത്. വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി തനിക്ക് ബന്ധമില്ല എന്നും കൈവശമുള്ള വാഹനങ്ങൾക്ക് കൃത്യമായ രേഖകളുണ്ട് എന്നും ദുൽഖർ മൊഴി നൽകിയിരുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെ ദുൽഖറിന്റെ നിസാൻ പെട്രോൾ, ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾ നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ കളമശ്ശേരി ഷോറൂമിൽ നിന്നാണ് നിസാൻ പെട്രോൾ എന്ന വാഹനം പിടിച്ചെടുത്തത്. നമുക്കറിയാം, ഇത് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ അടക്കം ഉപയോഗിച്ച വാഹനമായിരുന്നു ഇതിൽ ഡിഫൻഡർ വിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ നേരത്തെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നാലെ ദുൽഖറിനെതിരെ ഹൈക്കോടതിയിൽ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഈ ഡിഫൻഡർ വിട്ട് നൽകുന്നത് പരിഗണിക്കാം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 110A പ്രകാരം അന്വേഷണ പരിധിയിലുള്ള വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നും വാഹനം വിട്ടു നൽകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം രേഖാമൂലം അറിയിക്കണമെന്നും കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ വാഹനം വിട്ടു നൽകാൻ സാധിക്കുമെന്ന് ഹൈക്കോടതി അറിയിക്കുകയുണ്ടായി. ഏതായാലും ഇതിന് പിന്നാലെ ഇന്നലെ വീണ്ടും ദുൽഖർ ചോദ്യമുനയിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യലിൽ ദുൽഖറിന്റെ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നത് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഇനി ദുൽഖറിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ചെന്നൈയിലടക്കം പരിശോധന നടത്തിയതിനു ശേഷം ഈ രേഖകൾ, വാഹനങ്ങളുടെ എല്ലാം, ഈ അന്വേഷണ പരിധിയിലുള്ള 4 വാഹനങ്ങളുടെ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും ദുൽഖറിനെ ചോദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ കാർ ഉടമകളുടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അന്വേഷണ പരിധിയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകാനുമുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാർത്തു, ശരി. എന്തായാലും ഭൂട്ടാൻ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെയ്ത ചോദ്യം ചെയ്യലിന് പിന്നാലെ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. ഇന്നലെ ദുൽഖർ നൽകിയ മൊഴി വിശ്വാസ്യതയിലെടുക്കാതെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. അതുകൂടാതെ തന്നെ ദുൽഖറിന്റെ പക്കൽ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്ന കസ്റ്റംസിന്റെ കണ്ടെത്തലിന് പിന്നാലെയാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ദീപ്തി ഗോപകുമാറാണ് വിവരങ്ങൾ നൽകിയത്.